നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം പലരും ചോദിക്കുന്നതാണ്. ഒരു സഹായം, നമ്മൾ ഒരാൾക്ക് സഹായം ചെയ്യുമ്പോൾ അത് നമുക്ക് ഉപദ്രവമായിട്ട് വരുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഇത് വളരെ നിസ്സാരമായിട്ടൊരു ചോദ്യമായിട്ടോ ഇതിൻ്റെ ഉത്തരം അതും നിസ്സാരമായിട്ടോ നിങ്ങൾ കണക്കാക്കരുത്. ഇത് വളരെ പ്രധാനമായും സഹായങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നവർ പ്രത്യേകിച്ചും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ച് വിളിക്കുകയും ചെയ്യാം. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. സഹായം മനുഷ്യർ പരസ്പരം അങ്ങനെയാണ്. എല്ലാവരുടെ കാര്യവും പറയുന്നില്ല, ചില ആൾക്കാർ അങ്ങനെയാണ്. മനസ്സറിഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കും. എനിക്കില്ലെങ്കിൽ പോലും മറ്റൊരാളുടെ കഷ്ടപ്പാട് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സലിഞ്ഞു പോകും. നമ്മളവരെ സഹായിക്കും. അതായത് ഇത്രയും നാളും നമ്മളെ തിരിഞ്ഞു നോക്കാതെ അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യവും ശ്രദ്ധിക്കാതെ നമ്മളെ പറ്റുന്നിടത്തോളം തരം താഴ്ത്തി കഴിഞ്ഞിരുന്നവർ, അവർക്കൊരാവശ്യം വന്നു എന്നറിയുമ്പോൾ ഓടിക്കൊണ്ടുവന്ന് അങ്ങോട്ട് കൊണ്ടുചെന്ന് വാരി കൊടുക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണോ സഹായം ചെയ്യേണ്ടത്? സഹായം ചെയ്യുന്നതിനും ഒരു രീതിയുണ്ട്, അതനുസരിച്ച് ചെയ്യാൻ പാടുള്ളൂ. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത്, ഒരാൾക്കൊരു കഷ്ടകാലം ഉണ്ടാകുന്നു. അപ്പം നല്ലതായാലും ചീത്തയായാലും ഒരു മനുഷ്യനെ സംബന്ധിച്ച് നല്ല കാലം വന്നാലും മോശക്കാലം വന്നാലും അതെല്ലാം ദൈവം അറിഞ്ഞ് ചെയ്യുന്നതാണ്. അപ്പം എനിക്കൊരു കഷ്ടകാലം വന്നിട്ടുണ്ടെങ്കിൽ അതെൻ്റെ എന്തോ ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് വന്നിരിക്കുന്നത്. അതൊന്നാമത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് മനസ്സിലാക്കണമെന്ന് പറയാൻ കാര്യം, ഒരാളൊരു കഷ്ടതയിലേക്ക് പോകുമ്പോൾ അയാളെ സഹായിക്കണോ, നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് അവിടെയാണ്. പലർക്കും എതിരഭിപ്രായം ഉണ്ടാകാം, പക്ഷെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് തന്നെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് വിളിച്ച് ഇങ്ങനെ ഈ കാര്യങ്ങൾ പറയാറുണ്ട്, സംശയങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ എനിക്ക് കൂടി ഉണ്ടായ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. ഒരാളെ സഹായിക്കാൻ, അത് ഞാൻ ഒരാളെ സഹായിക്കണമെന്ന് തീരുമാനിച്ചാൽ അത് ആവശ്യമാണോ, ഞാൻ തന്നെയാണോ അയാളെ സഹായിക്കേണ്ടത്, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നമുക്ക് മുട്ടം പണി തിരിച്ചു കിട്ടും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ഒരാളെ നമ്മൾ സഹായിക്കണമെന്നുണ്ടെങ്കിൽ അയാളുമായിട്ട് ആ സമയം വരെ അതിനു മുമ്പ് എന്തെങ്കിലും ഒരു ബന്ധം, മാനസികമായിട്ടോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ബന്ധം നമുക്ക് ഉണ്ടായിരിക്കണം എന്നാണ്. പ്രത്യേകിച്ചും ബന്ധുക്കളുമായിട്ടുള്ള ആൾക്കാരെ, ബന്ധുക്കളോ അല്ലെങ്കിൽ ബാല്യത്തിലുള്ള പരിചയമുള്ള ആൾക്കാരോ ആണെങ്കിൽ അങ്ങനെ ഒരാൾക്കൊരു വിഷയം വന്നു പോയാൽ അവരെ സഹായിക്കാൻ, അപ്പം ഞാൻ ചിന്തിക്കേണ്ടത്, എന്നെക്കാളും ആയ കാലത്ത് അല്ലെങ്കിൽ അവർക്ക് നന്നായി ജീവിച്ച കാലത്ത് അവരുമായി ഇടപഴകിയിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുണ്ടാവുമല്ലോ സഹായിക്കാൻ. എന്നെ തിരിഞ്ഞു നോക്കാത്ത അല്ലെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ എന്നെ തിരിഞ്ഞു നോക്കാത്തവരെ ഞാൻ എന്തിനു സഹായിക്കാൻ പോണം? അതിന് ഞാനല്ലല്ലോ യോഗ്യൻ. ഈ ഒരു അറിവ് നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ ഉണ്ടാക്കിയിരിക്കണം. അതിന് ഒരു സംശയവും വേണ്ട. ഒറ്റവാക്കിൽ പറഞ്ഞാൽ, നമ്മൾ ഒരാൾക്കൊരു സഹായം കൊടുക്കുമ്പോൾ കഴിവതും നമ്മളുടെ ബന്ധുക്കളെയോ നമുക്ക് മുൻ പരിചയമുള്ളവരെയോ സഹായിക്കാതിരിക്കുന്നതാണ് ഇന്നത്തെ അവസ്ഥ വെച്ചിട്ട് വളരെ നല്ലത്. കാരണം അങ്ങനെ പരിചയമുള്ള ഒരാൾക്ക് നമ്മളൊരു സഹായം ചെയ്യുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്ക് നമ്മളൊരു സഹായം ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായിരിക്കും? തിരിച്ചവരൊരു സഹായം ചെയ്തില്ലെങ്കിൽ പോലും ഇതിന് ശേഷം നമ്മളോടൊരു സ്നേഹരൂപേണ ഒരു പെരുമാറ്റമെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കും. അത് നമുക്ക് അങ്ങനെ സഹായം ചെയ്യുന്ന ആരെയും തെറ്റ് പറയാൻ പറ്റില്ല, അവരെല്ലാവരും പ്രതീക്ഷിക്കുന്ന കാര്യം. നമുക്കൊന്നും തിരിച്ചു തരണ്ട, സമ്പത്തായിട്ടൊന്നും തരണ്ട, പക്ഷെ ഒരു സഹകരണം. പക്ഷെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന്, എല്ലാ ബന്ധുക്കളെയും ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാൽ ഒട്ടുമിക്ക ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളിൻ്റെ കയ്യിൽ നിന്നും ഒരു സഹായം സ്വീകരിക്കേണ്ടി വന്നാൽ ഗതികേട് കൊണ്ട് സ്വീകരിക്കും. അതിനുശേഷം അവര് വീണ്ടും പഴയതിനേക്കാളും എന്താണ് പറയുന്നത്, കഠിനമായ വിധത്തിലുള്ള ശത്രുത മനസ്സിൽ വെച്ച് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. നമ്മൾ അവരിൽ നിന്നും മറ്റു യാതൊരു വിധമായ സാമ്പത്തിക ലാഭം ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, ഒരു സഹകരണം മാത്രം പ്രതീക്ഷിച്ചിട്ടാണ്. ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല, പലരും ചെയ്യുന്നത് അങ്ങനെയാണ്. എൻ്റെ ബന്ധുവാണ് അല്ലെങ്കിൽ എൻ്റെ സ്നേഹിതനാണ് എന്ന് പറഞ്ഞ് സഹായിക്കുമ്പോൾ തിരിച്ച് ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കരുത്.
നമ്മളൊരു സഹായം ഒരാൾക്ക് ചെയ്യുമ്പോൾ അവരിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കരുത്. അതായത് നല്ല ഒരു നോട്ടം പോലും അതിനുശേഷം ഉണ്ടാകില്ല എന്നുള്ളൊരു മനോഭാവം വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയാൽ നമുക്ക് വിഷമം ഉണ്ടാകില്ല. പക്ഷെ അങ്ങനെ ആർക്കും സാധിക്കില്ല. പ്രത്യേകിച്ചും നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഇത്രയും നാൾ അവ എന്നെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല, പക്ഷെ അവനൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ സഹായിച്ചില്ല, അപ്പൊ ഇനി അവൻ ആ ഒരു സ്നേഹം എന്നോട് ഉണ്ടായിരിക്കും. ഈ ഒരു ചിന്ത അത് വെറുതെയാണ്, ഒരിക്കലും ഉണ്ടാകില്ല. പക്ഷെ നമുക്ക് നമ്മളുടെ ഒരു അവസ്ഥ വെച്ചിട്ട് നമുക്ക് ആരെയെങ്കിലും സഹായിച്ചോളൂ. പക്ഷേ പലരുടെയും അനുഭവവും എൻ്റെ അനുഭവം വെച്ചിട്ട് നമുക്ക് ഒരു പരിചയവും ഇല്ലാത്തവരെ നമ്മൾ സഹായിക്കുക. ഇപ്പൊ നമ്മൾ ഒരു യാത്ര പോകുന്നു, അപ്പോഴത്തേക്ക് ഒരാൾക്കൊരു അപകടം പറ്റി, അയാളെ സഹായിക്കുക, ഹോസ്പിറ്റൽ ചെലവുകൾ നടത്തുക. ഇല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നു ഇന്നൊരു ഭാഗത്തൊരു പെൺകുട്ടിക്ക് കല്യാണമായി പക്ഷേ ഉരുപ്പടിക്കൊന്നും നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പോയി സഹായിക്കാം. വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാം, നമുക്ക് അറിഞ്ഞുകൂടാത്തവർക്ക്. കാര്യം അങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കലും അവരിൽ നിന്ന് തിരിച്ച് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കില്ല, ഒരു സ്നേഹമായ വാക്ക് പോലും പ്രതീക്ഷിക്കില്ല. കാര്യം നമുക്കറിയില്ല അവരെ. അവരുടെ അവസ്ഥ കണ്ടു മനസ്സിലാക്കി നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ സഹായം ചെയ്യുന്ന ആൾക്ക് മനസ്സുകൊണ്ട് പോലും ഒരു വേദന ഉണ്ടാകില്ല. പക്ഷെ പരിചയക്കാരാകുമ്പോൾ അല്ലെങ്കിൽ ബന്ധുക്കളാകുമ്പോൾ നമ്മളിത് പ്രതീക്ഷിക്കും. ഇത്രയും നാൾ നമ്മളോട്ടൊരു സഹകരണം ഇല്ലായിരുന്നു, അപ്പൊ ഇപ്പം അവനൊരു ആപത്ത് വന്നപ്പോൾ ഞാൻ സഹായിച്ചല്ലോ, ഇപ്പൊ ഇനി എന്നോടൊരു സ്നേഹരൂപേണ ഉള്ള ഒരു നോട്ടമെങ്കിലും ഉണ്ടാകും എന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കുക, ഒരിക്കലും നമുക്കത് തിരിച്ചു കിട്ടില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ള, സഹായം ചെയ്യുമ്പോൾ എല്ലാ ബന്ധുക്കളുടെ കാര്യം പറയുന്നില്ല, പക്ഷെ നമ്മൾ അനുഭവങ്ങൾ വെച്ചിട്ട് കഴിവതും നമുക്ക് പരിചയമുള്ളവരെയോ നമ്മുടെ ബന്ധുക്കളെയോ, പ്രത്യേകിച്ചും ഇത്രയും നാളും നമ്മളോട് സഹകരിക്കാതിരുന്ന ബന്ധുക്കളുടെ അടുത്ത് സഹകരിച്ചു പോകുന്ന ഒരുപാട് സഹോദര സ്ഥാനീയരും മറ്റു ബന്ധുക്കളൊക്കെ ഉണ്ട്. എന്താവത്ത് തോന്നാലും പരസ്പരം സഹായിച്ചു പോകുന്ന ഒരുപാട് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം. കൂടുതലും 80% ശത്രുതാ മനോഭാവത്തോടു കൂടി പോകുള്ളൂ. അങ്ങനെ പോകുന്നവരെ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ സഹായിക്കേണ്ട. അവരത്രയേറെ അന്നു വരെ സഹകരിച്ച് ജീവിച്ചിരുന്നവർ പരസ്പരം സഹായിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം അവർ സഹായിച്ചാലും ഇല്ലെങ്കിലും അവർ പരസ്പരം നല്ലൊരു മനസ്സോടുകൂടി പോകും. നമ്മളെ അകറ്റി നിർത്തിയിരുന്നു, പക്ഷെ നമ്മളെന്താണ് അവരോടൊപ്പം ചേരാൻ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കടം വാങ്ങിച്ചെങ്കിൽ അവർ ചിലപ്പോൾ സഹായിക്കാൻ പോകും. അത് നമുക്ക് കൂടുതൽ മനോവിഷമം ഉണ്ടാക്കുകയുള്ളൂ. ഇത് അനുഭവങ്ങളാണ്, ഒരുപാട് പേരുടെ, പ്രത്യേകിച്ചും എനിക്കും ഉള്ള അനുഭവങ്ങളാണ്. ഇപ്പൊ എന്നെ ഇതുവരെ മനസ്സിലാക്കാത്ത, ഞങ്ങളുമായിട്ടൊക്കെ സഹകരിക്കാതിരുന്ന ഒരുപാട് ബന്ധുക്കൾക്ക് ഒരു ആവശ്യങ്ങൾ വരുമ്പോൾ അറിഞ്ഞു കേട്ട് നമ്മൾ പല സഹായങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ അതെല്ലാം അവർക്ക് പിന്നീട് അതൊരു വല്ലാത്തൊരു എന്താണ് പറയുന്നത്, നമ്മളെ കാണുമ്പോൾ പിന്നെ ഒരു ചതുർത്ഥി കണ്ടാണ്. കാരണം അവർക്ക് പിന്നെ ആവശ്യമുണ്ട്. പിന്നെ അവരുടെ അവർക്കൊരു ആവശ്യം വന്നപ്പോൾ തിരിഞ്ഞു പോലും നോക്കാത്ത ബന്ധുക്കളായിട്ട് അടുത്ത ദിവസം തോളി കൈയിട്ട് നമ്മളെ കണ്ടിട്ട് ഇങ്ങനെ ഒരു ആക്കാക്കിയിട്ട് പോകുന്നത് എൻ്റെ മാത്രം അനുഭവമല്ല, എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, പലരുടെയും അനുഭവമാണ്. അപ്പൊ സഹായിക്കുമ്പോൾ, മറ്റൊരു വ്യക്തിയെ സഹായിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഘടകങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ കൊടുത്തത് കൊടുത്തു, അവിടെ മറക്കുക. ഇനി അവനിൽ നിന്നും ഒരു സൗഹൃദമായിട്ടുള്ള ഒരു നോട്ടം പോലും നമുക്ക് കിട്ടില്ല, വേണ്ട, പുല്ല് പോട്ടെ എന്നുള്ള മനോഭാവത്തോടു കൂടി നമ്മൾ ഒരാളെ സഹായിച്ചാൽ വിഷമമില്ല. പക്ഷേ ഈ സഹായിക്കാൻ മനസ്സുള്ളവരാരും അങ്ങനെയുള്ള ആൾക്കാരല്ല. അവരിന്ന് സഹായിച്ചാൽ സാമ്പത്തികമായിട്ടല്ലെങ്കിൽ പോലും ഒരു സൗഹൃദമെങ്കിലും പ്രതീക്ഷിക്കുന്നവരേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് അന്നുവരെ പരിചയമില്ലാത്ത ആൾക്കാർക്ക് ആരെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, ഹോസ്പിറ്റൽ കേസ്, ഒരു കല്യാണം, ഒരു വീട് വെപ്പ്, അല്ലെങ്കിൽ ഒരു മാസത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പഠിത്തത്തിന്റെ എന്തൊരു സാമ്പത്തിക സഹായമോ മറ്റെന്തെങ്കിലും ചെയ്യുക, വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ കൊടുക്കുന്നത് നമുക്ക് ഒരു പരിചയമില്ലാത്തവർക്ക് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സ് അതിന് പരുവപ്പെട്ടിരിക്കും. ബന്ധുക്കൾക്കോ പരിചയമുള്ളവർക്കോ വാങ്ങിച്ചു കൊടുത്താൽ നമ്മുടെ മനസ്സ് വീണ്ടും അവരിൽ നിന്നും ഒരു സഹകരണം പ്രതീക്ഷിക്കും. ഒരിക്കലും അത് കിട്ടില്ല. അങ്ങനെ സഹായം ചെയ്ത് ഒരുപാട് നിരാശരായ ഒരുപാട് പേര് എനിക്കറിയാം. പലരും എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്, എന്തുകൊണ്ടാണ് ഇവരെല്ലാവരും ഇങ്ങനെ, നമ്മൾ സഹായിച്ചിട്ട് പോലും നമ്മളോടൊപ്പം സഹകരിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം. അതിന്റെ ഉത്തരം ഇത് തന്നെയാണ്. അങ്ങനെ ഉള്ളവരെയൊന്നും ഒരു കാരണവശാലും നമ്മൾ സഹായിക്കരുത്. അങ്ങനെ ഉള്ളവരെയൊന്നും നമ്മളല്ല സഹായിക്കേണ്ടത്. അവരുമായി അത്രയും നാളും നല്ല സൗഹൃദത്തിൽ പോയവര്, അവർ തമ്മിലാകട്ടെ സഹായവും സഹകരണവും. നമ്മളെ അവരൊരിക്കലും സഹകരിപ്പിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഒരു മനുഷ്യനായി പിറന്നാൽ സഹായിക്കണം, പരസ്പരം സഹായിച്ചേ മുന്നോട്ട് പോകാൻ പറ്റൂ. പക്ഷെ ആരെ സഹായിക്കണം, എങ്ങനെയുള്ളവരെ സഹായിക്കണം, അത്
നമ്മൾ അറിഞ്ഞിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന മനോവേദന, അതിനേക്കാൾ ഉപരി നമ്മുടെ അന്തസ്സ് പോകുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, പലർക്കും ഉണ്ടാകുന്നുമുണ്ട്. അതുകൊണ്ട് ഒരാളെ സഹായിക്കണം, തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവരെ സഹായിച്ച് തന്നെ മുന്നോട്ട് പോകണം. പക്ഷെ ആരെ സഹായിക്കണം, അത് ഈ പറഞ്ഞ ഇത്രയും ഘടകങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങളും അങ്ങനെ ചെയ്യുവാൻ പാടുള്ളൂ. എല്ലാ ബന്ധുക്കളുടെ കാര്യവും ഞാൻ പറയുന്നില്ല. സഹായിച്ചും ഒരുമയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരുപാട് കാര്യം നമുക്കൊക്കെ കണ്ടാൽ നോക്കി കൊതിച്ചു നിന്ന് പോകുന്ന വിധത്തിലുള്ള ബന്ധുത്വങ്ങൾ ഒരുപാട് ഞാനും കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 കാര്യങ്ങളുണ്ടായിരിക്കും. അതിൻ്റെ ഒരു രീതി അത് അവർ പറഞ്ഞു തരും, വിളിക്കുമ്പോൾ പറഞ്ഞു തരും. അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിനോ ഭൂമിദോഷമോ വാസ്തുദോഷമോ അതുപോലുള്ള എന്തെങ്കിലും ബാധാദോഷങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും ദോഷങ്ങൾ, ശത്രുദോഷം, വാർണദോഷം, വിളിച്ചവേട്ടദോഷം, കൻപരദോഷമുള്ള ഒരുപാട് ദോഷങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ വരാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അത് ഞാൻ നേരിട്ട് നിങ്ങളുടെ വീട്ടിൽ അവിടെ വന്ന് കണ്ടുപിടിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. അങ്ങനെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് രാവിലെ 10 മുതൽ വൈകുന്നേരം 5:30 മണി വരെയാണ്. ഈ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനം ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.